ഒരു റിട്ടയർമെന്റ് പക്കത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവാണോ താങ്കളുടെ ഈ വിലങ്ങതടിക്ക്? ഞാൻ റിട്ടയർമെന്റ് എന്നല്ല ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഇന്നുള്ള സംവിധാനം മാറ്റം വരുമോ? ഇന്നുള്ള സംവിധാനം ഉടച്ചു വാർക്കപ്പെടും എന്നുള്ളതിന് ഒരു തർക്കവും. അപ്പം KPCCയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ മാറുമോ? അല്ല, അതൊക്കെ പറയാൻ രാധാകൃഷ്ണനാണോ? അതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഉടച്ചു വാർക്കും എന്ന് പറയുമ്പോൾ നേതൃത്വ നിര ഉടച്ചു വാർക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ പോലെ ഒരു എന്താ പറയുക, ഉത്കണ്ഠാകുലമായി ചോദിക്കുന്ന ചോദ്യകർത്താവിന് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം മനസ്സിൽ വരും. അത് ശ്രീമതി ശോഭന ജോർജ് ഉദ്ദേശിക്കുന്നത് KPCC പ്രസിഡന്റിനെ പറ്റിയാണോ, അതോ ശ്രീ ഉമ്മൻചാണ്ടി അവരൊക്കെയാണല്ലോ ഇപ്പം? അല്ല, അത് സോണിയാജിക്ക് തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണോ? അല്ലല്ലോ, അവർക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യം ഞാനിങ്ങനെ പറയുന്നത്. അതല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞത്. അല്ല, ഞാനിത് പറഞ്ഞത് തീർച്ചയായിട്ടും ലീഡറുടെ ഒരു ശക്തി കുറഞ്ഞതിന് ശേഷം ഇതിന് മുമ്പുണ്ടായിരുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഇക്വേഷൻസിലൊക്കെ ആയിരിക്കും ഇനിയും കേരളത്തിലെ സംഘടനയിലെ കാര്യങ്ങൾ വരിക. അപ്പോൾ തീർച്ചയായിട്ടും പ്രബലമായ ഇത്രയും നാളും K. കരുണാകരൻ, AK ആന്റണി എന്ന് പറയുന്ന AUമായിരുന്നു കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കേരളത്തിൽ ശക്തമായിട്ടിരുന്നത്. ഇപ്പൊ അതിലെ സമവാക്യങ്ങളെല്ലാം മാറിയില്ലേ? ഇപ്പൊ 4 ഗ്രൂപ്പായി. ഇപ്പൊ 4ആണോ? മെനങ്ങാന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർന്ന് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടായി. ഈ ഗ്രൂപ്പിലൊന്നും പെടാതെയാണല്ലോ താങ്കൾ ഇപ്പം നിൽക്കുന്നത്. താങ്കളെ സ്വാഭാവികം എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ താങ്കൾ ഒരു ഗ്രൂപ്പിലുണ്ട്. ഞാനും അങ്ങനെ ഒരു ഗ്രൂപ്പിലല്ല, ഞാനും എല്ലാവരുടെയും കൂടെ ഒരു ഭാഗമായിട്ടുണ്ട്. അല്ല, അത് ആരുടെ കൂടെയാണ് താങ്കൾ ഇപ്പം നിൽക്കുന്നത്? കാര്യം മാനസികമായിട്ട് അങ്ങനെയില്ല, ആരുടെ കൂടെ എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ മുൻകാലങ്ങളിലെ പോലെ നമ്മളെ ചതിക്കാത്തവരുടെ കൂടെയാണ്. അതാരാണ് ചതിക്കാത്തവർ? ചതിക്കാത്തവർ ആരാണെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എനിക്കൊരു ഒരു 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 തീരുമാനമുണ്ട് ആ കാര്യത്തിൽ. ആരാണ് ചതിക്കാത്ത വിശ്വാസം? അല്ല, അത് പറയണമല്ലോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ദ ഹൈ ടൈം. ഇനി ഇത് പറഞ്ഞുകൊണ്ട് ഇനി ഇത് വെക്കാൻ പാടില്ല. കാര്യം ശോഭന ജോർജ് മനസ്സ് തുറക്കുന്നു, ഇത് സഫലമാണ് ഈ യാത്ര. അപ്പോൾ ഈ യാത്രയിൽ ഇത് പറഞ്ഞിരിക്കണം. കാര്യം ആരാണ് നമ്മൾ? അല്ല, ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തായിരുന്നാലും എന്നെ ഇഷ്ടമില്ലാത്ത ഒരു നേതൃത്വത്തിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടത്തില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്തവരുടെ കൂടെയൊന്നും ഞാനും നിൽക്കുന്നില്ല. പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ഞാൻ നിൽക്കണം എന്നാണ്. അതെ, അതിപ്പോൾ അതൊരു വ്യക്തി അതുണ്ടാവുമല്ലോ, ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. അതാരാണ്? അത് ഏത് ഗ്രൂപ്പിലാണ് മാഡം? അത് ഞാനങ്ങനെ ഇന്ന ഗ്രൂപ്പ് എന്നൊന്നും പറയേണ്ട ഒരു സ്റ്റേജിലോട്ടായിട്ടില്ല. പക്ഷേ എപ്പോഴും മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് വരെയും ഞാൻ ഇങ്ങനെ അല്ല, ആവേണ്ട കുട്ടിയല്ല എന്ന് പറയുന്ന മെഴ്സിച്ചേച്ചി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാം. മെഴ്സിച്ചേച്ചിയാണ് ഞാൻ ആരുടെ മുഖം ഞാൻ കണ്ടാലും മെഴ്സിച്ചേച്ചിയുടെ മുഖം അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. എന്നോട് കാണിക്കുന്നത് നീതികേടാണെന്നും ആ കൊച്ചിനെ എല്ലാവരും കൂടി ഇങ്ങനെ കൊല ചെയ്യേണ്ട ആവശ്യമില്ല എന്നും ഒക്കെ മെസ്സേജ് മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് വരെയും സംസാരിക്കുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ബയലാർജിയെ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതാവിൻ്റെ കൂടെയാണ് താങ്കൾ നിൽക്കേണ്ടതെന്നുള്ളത് തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പിലൂടെ വരുമ്പോൾ തന്നെ അതിനകത്തുമൊക്കെ പ്രഷറൈസ്ഡ് ആയിട്ടുള്ളൊരു ലോബി ഉണ്ടാവില്ലേ ശോഭന ജോർജിൻ്റെ വരവിനെ എതിർക്കാൻ? പക്ഷേ അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട്, അല്ല അതിനെയൊക്കെ അടക്കി നിർത്തിക്കൊണ്ട് വയലാർജിക്ക് ആ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്കിങ്ങനെ ഇന്നതാവണം, ഇന്നതുപോലെയാണ്, ബാക്കിയുള്ളവരെയെല്ലാം തകർക്കണം, എടുക്കണം എന്നുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ, നമുക്കില്ല. പക്ഷേ അതില്ലാത്തത് കൊണ്ട് നമ്മുടെ പകുതി വിഷയം അവസാനിച്ചു. പലപ്പോഴും രാഷ്ട്രീയത്തിൽ എന്താ, ഏതെങ്കിലും ഒരാൾ ഒരു ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, അതുവരെ ഉള്ളവരെ മുഴുവൻ ചവിട്ടി അങ്ങ് പുറത്താക്കും. അതാ ചെയ്യുന്നത്. എനിക്കൊരിക്കലുമായി എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത ഒരു ഗ്രൂപ്പിലുള്ളപ്പോഴും, ഞാൻ DICയിലുണ്ടായിരുന്ന സമയത്തും കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുമായിട്ട് നടക്കുന്ന സമയത്തും ഒന്നും എൻ്റെ കൂടെയുള്ളവരെ ചവിട്ടി പുറത്താക്കാനോ അല്ലെങ്കിൽ ലീഡറുടെ അടുത്ത് എന്ന് കൊതിയുന്നോണയും പറഞ്ഞ് കൂടെയുള്ളവരെ ലീഡറിൽ നിന്ന് അകത്താനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടേ ഇല്ല. ഞാൻ കൂടുതൽ എല്ലാവരെയും ചേർത്ത് നിർത്താനേ ഞാൻ എന്നും ശ്രമിച്ചിട്ടുള്ളൂ.
ലീഡറോട് ഇപ്പോൾ ചോദിക്കാൻ പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഞാൻ ഓരോരുത്തരുടെ കാര്യത്തിൽ ഞാൻ പറയും, അയ്യോ ലീഡറെ അത് തെറ്റിദ്ധാരണയാ, അത് അവരൊന്നും ചെയ്തതല്ല, ഇത് ആരോ പറഞ്ഞതാ. അങ്ങനെ അകന്നു പോയവരെ, തെറ്റിദ്ധരിക്കപ്പെട്ടു പോയവരെയൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. ഈ ലീഡർ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവും, ആരെങ്കിലും എന്തെങ്കിലും കുതിയെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. അപ്പോൾ ശോഭന ജോർജിനെതിരായിട്ട് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അല്ല, അതുകൊണ്ടൊന്നുമല്ല. അതുകൊണ്ടൊന്നുമല്ല. എൻ്റെ എന്ത് കുറ്റം, എൻ്റെ എന്ത് കുറ്റം, ഞാൻ എന്ത് കുറ്റം ജീവിതത്തിൽ ഈ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. അല്ല അതെന്താ? അപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം അനുഭവിച്ചത്. എല്ലാം എൻ്റെ ജീവിതത്തിലെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്ന ആ ഗ്രൂപ്പിന് വേണ്ടിയായിരുന്നു. ഞാൻ ഒരുപാട് അനുഭവിച്ചു. എന്താണ്